നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇത്തവണ അൽ നസറിന് കിരീടം ലഭിക്കാനുള്ള സാധ്യത മങ്ങിയിട്ടുണ്ട്, വളരെ കുറവാണ്. കാരണം ഇപ്പോൾ 12 പോയിൻറ്റിൻ്റെ ലീഡിലാണ് അൽ ഹിലാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ AFC ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഓൾറെഡി പുറത്തായിട്ടുണ്ട് അൽ നസർ. 2 കിരീട സാധ്യതകളുണ്ടായിരുന്നു, ഒന്ന് സൗദി സൂപ്പർ കപ്പും മറ്റൊന്ന് കിങ്സ് കപ്പും. ആ സൗദി സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിലാണ് ഇന്നലെ അബുദാബിയിൽ വെച്ച് അൽ നസർ അൽ ഹിലാലിനോട് പരാജയപ്പെട്ടത്. ആ കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ലഭിച്ച റെഡ് കാർഡ് വലിയ ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അത് അദ്ദേഹം അർഹിച്ചിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. കളിയുടെ 86ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുത്ത് റഫറി പറഞ്ഞു വിടുന്നത്. റഫറിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ലോക്കൽ റഫറിയാണ്, അതായത് സൗദി അറേബ്യൻ റഫറിയാണ് മത്സരം നിയന്ത്രിച്ചിരുന്നത്, മുഹമ്മദ് അൽ ഹോയിഷ്. നേരത്തെ തന്നെ അൽ നസറിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറേ പരാതികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും അദ്ദേഹമാണ് മത്സരം നിയന്ത്രിച്ചത്. ഈ സൂപ്പർ കപ്പിനായിട്ട് അപ്പോയിൻ്റ് ചെയ്ത റഫറിമാർ ലോക്കൽ റഫറിമാരായിരുന്നു. അതേസമയം പ്രോ ലീഗിൽ വിദേശ റഫറിമാർ മത്സരം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇതുപോലെയൊക്കെ പരാതികൾ വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും ഈ സംഭവത്തിൽ റഫറിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ? കോച്ച് ലൂയിസ് കാസ്ട്രോ കളിക്ക് ശേഷം പറഞ്ഞത് റഫറിക്ക് അത് പിച്ച് സൈഡ് മോണിറ്ററിൽ പോയി നോക്കാമായിരുന്നു, അല്ലെങ്കിൽ വീഡിയോ റഫറി ആ ഒരു വിഷ്വൽ നോക്കണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു, വളരെ മിനിമൽ കോണ്ടാക്റ്റേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അൽ നസറിൻ്റെ കോച്ച് ലൂയിസ് കാസ്ട്രോ മത്സരശേഷം പറയുകയുണ്ടായി. സംഭവിച്ചത് 2 ഗോളുകൾക്ക് പുറകിൽ നിന്ന അൽ നസർ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പന്ത് പുറത്തേക്ക് പോകുന്നു, അതെടുത്ത് പെട്ടെന്ന് ഒരു ക്വിക്ക് ത്രോയിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അലി അൽ ബുലൈഹി അതിനിടയിൽ കയറി നിൽക്കുന്നു, അത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെയാണിത് ഈ ഒരു സംഭവം തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനോ പ്രതികരിക്കുന്നു. ക്രിസ്ത്യാനോയുടെ എൽബോ അലി അൽ ബുലൈഹിക്ക് നേരെ നീണ്ടു. ഇതാണ് വിഷ്വൽസിൽ കാണുന്നത്. പിന്നെ ഒരു സ്റ്റാമ്പിങ്ങും നടന്നിട്ടുണ്ട്. അതാണ് പിന്നെ ആകെ പ്രശ്നമായി. 2 ടീമിൻ്റെയും താരങ്ങൾ ഓടിയെത്തുന്നു, ഉന്തും തള്ളുമാകുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഒടുവിലാണ് റഫറി റെഡ് കാർഡ് എടുത്ത് ക്രിസ്ത്യാനോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്ത്യാനോ അവിടെ അലി അൽ ബുലൈഹിയുടെ പ്രൊവോക്കേഷനിൽ വീണിട്ടുണ്ട്. അത് അലി അൽ ബുലൈഹി സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ക്രിസ്ത്യാനോക്ക് നേരെ. ഈവൻ മെസ്സിക്ക് നേരെ വേൾഡ് കപ്പിലടക്കം അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ആ അലി അൽ ബുലൈഹി വീണ്ടും അത് ചെയ്യുകയാണ്. അത് കൃത്യമായിട്ട് ക്രിസ്ത്യാനോക്കെതിരെയുള്ള ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതാണ്. സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനോ അതിൽ വീണു. ക്രിസ്ത്യാനോ എൽബോ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏതായാലും ആ ഘട്ടത്തിൽ ചില ആളുകൾ ഗാലറിയിൽ നിന്ന് മെസ്സി ചാൻഡുകൾ വിളിക്കുന്നത് കേൾക്കാമായിരുന്നു. അത് അൽ ഹിലാലിൻ്റെ ആരാധകരുടെ സ്ഥിരം പരിപാടിയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും റഫറി അതിൽ ഇടപെടും, അതിൽ സംശയമില്ലല്ലോ. ഈ എൽബോ വെച്ച് കൊടുക്കുമ്പം അലി അൽ ബുലൈഹി സ്വാഭാവികമായിട്ടും അത് ഓവർ ആക്ട് ചെയ്തു, നന്നായിട്ട് അഭിനയിച്ചു. അത് സ്വാഭാവികമായിട്ട് നമ്മൾ കളിക്കളത്തിൽ കാണുന്ന കാര്യവുമാണ്. പിന്നെ സ്റ്റാമ്പിങ് കൂടി സംഭവിക്കുന്നു. റഫറി റെഡ് കാർഡാണ് ക്രിസ്ത്യാനോക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ സംഭവിച്ച കാര്യം കൈമുട്ട് കൊടുക്കുന്നതും, മറ്റൊന്ന് സ്റ്റാമ്പിങ്ങും സംഭവിച്ചു, 2ാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ അലി അൽ ബുലൈഹിയുടെ ആക്ടിങ്ങും എല്ലാം കൂടി ചേരുമ്പോൾ റഫറി റെഡ് കാർഡ് കൊടുത്തു. ഇതിലിപ്പം റഫറി റെഡ് കാർഡ് അല്ല കൊടുക്കേണ്ടിയിരുന്നത്, മിനിമൽ കോണ്ടാക്റ്റ് ആണ് എന്ന് വാദിച്ചാൽ പോലും സംഭവിക്കുക ഒരു യെല്ലോ കാർഡ് കൊടുക്കാനുള്ള ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ ആദ്യത്തിനൊരു യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് ഹാഫ് ടൈമിന് ശേഷമുള്ള തർക്കവും മറ്റു കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നു റഫറിക്കെതിരെ. ഏതായാലും ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കിട്ടിയിരുന്ന ക്രിസ്ത്യാനോക്ക് ഈ 2ാമത്തെ ഇൻസിഡൻറ്റ് മറ്റൊരു യെല്ലോ കാർഡിനുള്ള വഴി വെച്ചത് തന്നെയാണ്. അപ്പോൾ 2 യെല്ലോ വന്ന് റെഡ് ആവുമായിരുന്നു. ഇവിടെ എന്തായാലും 2ാമത്തെ യെല്ലോ എന്ന രൂപത്തിലുള്ള റഫറി നേരെ റെഡ് കാർഡ് എടുത്ത് വീശുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിസ്ത്യാനോ അർഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് പ്രൊവോക്കേഷൻ നടത്തി, അദ്ദേഹം അതിൽ വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അലി അൽ ബുലൈഹിയുടെ സ്ഥിരം തന്ത്രമാണത്. അതയാൾ വീണ്ടും നടത്തി. ഒടുവിൽ ക്രിസ്ത്യാനോക്ക് റെഡ് കാർഡ് കിട്ടി. ആ സൗദി സൂപ്പർ കപ്പ് എന്ന മോഹം ദുരന്തമായിട്ട് അവസാനിക്കുന്ന കാഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ നിരാശജനകമായിട്ടുള്ളൊരു കാഴ്ചയാണിത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.